നൽകില്ല എന്ന് തദ്ദേശ മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഉദ്യോഗസ്ഥരുടെ വിശദീകരണം തദ്ദേശ വകുപ്പ് മന്ത്രി MP രാജേഷ് അംഗീകരിച്ചു. ഞായറാഴ്ച പോലും സേവന സജ്ജരായ ഉദ്യോഗസ്ഥർക്ക് അഭിനന്ദനം എന്നാണ് മന്ത്രി MP രാജേഷ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അലക്സ് റാം മുഹമ്മദ് ഇപ്പോൾ. ഏവർക്കും എൻ്റെ മലബാരി വ്ളോഗ് ബൈ യൂസഫ് 2 എന്ന ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ പറയുന്നത്, കഴിഞ്ഞ ദിവസം ഞാനൊരു വ്ളോഗ് ചെയ്തിരുന്നു. എൻ്റെ സാക്ഷാൽ വ്ളോഗ്, മലബാരി വ്ളോഗ് നഷ്ടപ്പെട്ടു എനിക്ക് സാങ്കേതികമായ കാരണത്താൽ. അതുകൊണ്ട് ഈ വ്ളോഗ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത്, ഷെയർ ചെയ്ത്, ലൈക്ക് ചെയ്ത് എന്നെ സഹായിക്കണം, എന്നോട് സഹകരിക്കണം. എനിക്ക് ഇത്രയും കാലം സഹകരണം തന്നിട്ടുള്ള നിങ്ങളുടെ കോടതിയിലേക്ക് തന്നെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എനിക്ക് നിങ്ങൾ റീച്ച് തരണം, അഥവാ എനിക്ക് സബ്സ്ക്രൈബ് തരണം എന്നാവശ്യപ്പെടുന്നു. അപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം തിരുവല്ല നഗരസഭയിൽ നടന്ന ഏറ്റവും പരിഹാസ്യമായ ഒരു രംഗം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. ഞാൻ ഒരു വ്ളോഗായിട്ട് ചെയ്തിരുന്നു. നിങ്ങളത് കാണണം. സ്വാഭാവികമായിട്ടും ഈ ലിങ്കിൽ പോയാൽ മലബാരി വ്ളോഗ് ബൈ യൂസഫ് 2 എന്ന് അടിച്ചാൽ അത് കിട്ടും. അപ്പോൾ എന്തായെന്ന് ചോദിച്ചാൽ, ആ തിരുവല്ലയിലെ ഈ നഗരസഭാ ഓഫീസിൽ ഈ ജീവനക്കാരൊക്കെ കൂടിയിട്ട് അവർ സ്വാഭാവികമായിട്ടും റീല് ചെയ്യണം. അപ്പോൾ അവിടെ വരുന്ന ആളുകളുടെ സ്ഥിതി എന്താണ്? സ്വാഭാവികമായിട്ടും മാത്രമല്ല, എന്താ പറയുക, കൃത്യനിർവഹണമില്ലായ്മയാണ് കൃത്യവിലോപമാണ് അവർ കാണിച്ചത്. ഉത്തരവാദിത്തമുള്ള ഒരു സ്റ്റാൻഡേർഡുള്ള പല നിലക്കും നമ്മളവർ ഉദ്യോഗസ്ഥന്മാരെ ബഹുമാനിക്കാറുണ്ട്. കാരണം അവർ നമ്മിൽ നിന്ന് വേർപെട്ട രീതിയിലാണ്. എങ്ങനെ? അവർ ഔന്നിത്യമുണ്ട് അവർക്ക്. അതോടൊപ്പം തന്നെ അവർ മനസ്സിലാക്കേണ്ടത്, ഞങ്ങളെ നിയോഗിച്ചിട്ട് ഈ പാവങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ഞങ്ങളെ പോറ്റി നിർത്തുന്നത് അവരുടെ പ്രശ്നപരിഹാരങ്ങൾക്ക് വേണ്ടിയാണ്. അവർ ഈ ഓഫീസിലേക്ക് വരുമ്പോൾ വീണ്ടും വാ എന്ന് പറഞ്ഞ് അവരെ ആട്ടി ഓടിച്ച് വിടാതെ സ്വാഭാവികമായിട്ടും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾക്ക് സർക്കാർ ഈ ജോലി തന്നിട്ട് ഞങ്ങളെ ഈ കസേരകളിൽ ഉപവിഷ്ടരാക്കിയിട്ടുള്ളത്. മാസം തോറും 50,000 1 ലക്ഷം ഞങ്ങൾക്ക് എണ്ണി പോക്കറ്റിലിട്ട് തരുന്നുണ്ട്. അതിൻ്റെ 4/1 പോലും ഞങ്ങൾ പണിയെടുക്കുന്നില്ലെന്ന് ഓരോ ഉദ്യോഗസ്ഥന്മാർക്കും അറിയാവുന്നതാണ്. 10 മണിക്ക് എത്തേണ്ട ഓരോ ജീവനക്കാരും 10:30 മണിക്ക് എത്തുകയും സാങ്കേതിക ബുദ്ധിമുട്ടുകൾ പറയുകയും പിരിഞ്ഞു പോവുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ 5 മണിക്ക് പോവേണ്ട അവരുടെ ഓഫീസിൽ 4:30 എത്തിയാൽ ഓരോ വരുന്ന കസ്റ്റമറും അനുഭവിക്കുന്ന ഇടങ്ങേറുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് പോട്ടെ. അപ്പോൾ ഞാൻ പറയുന്നത്, ഇത്രയും കൃത്യവിലോപം, തുല്യതയില്ലാത്ത ലോകത്തെ വിദേശ രാജ്യങ്ങളിലൊക്കെയാണ് ഇങ്ങനെ നടക്കുന്നതെങ്കിൽ നമ്മളും ഒട്ടനേകം വിദേശ രാജ്യങ്ങളെക്കുറിച്ച് അറിയുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഏറുന്ന ഒരു തോന്നിവാസം നടക്കുന്ന ഒരു കേരളം പോലെ ഉണ്ടോ? ഈ ഭ്രാന്താലയത്തിനേക്കാൾ വലിയ മോശമായ ഒരവസ്ഥ. എന്ത് പരിഹാസ്യമാണ് നടക്കുന്നത്? ആലോചിച്ച് നോക്കി. മാത്രമല്ല, എത്ര ആളുകളെയാണ് ഈ ഓഫീസിൽ കയറി ശപിക്കപ്പെട്ടുകൊണ്ടാണ് അവർ തിരിച്ചു പോകുന്നത്. അപ്പോഴാണ് അവർ ഈ റീൽ ചെയ്ത് നാടകം കളിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഏറ്റവും ഗൗരവം, ഇത്രയും വലിയ ഒരു കൃത്യവിലോപം ഉണ്ടായിട്ട് ആ കുറ്റവാളികൾക്ക് ചക്കതായ ശിക്ഷ കൊടുക്കുന്നതിന് പകരം അവർക്ക് അങ്ങനെ ഒരു നടപടിയുമില്ല. അവർക്ക് അങ്ങനെ ഒരു നടപടി വേണ്ടതില്ല. അവരെ പ്രശംസിക്കുകയാണ് വേണ്ടത് എന്നാണ് മന്ത്രി രാജേഷ് ഇന്ന് പറഞ്ഞിട്ടുള്ളത്. അതാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിലെത്തുന്നത്. എന്ന് പറഞ്ഞാൽ, സ്വാഭാവികമായിട്ടും എല്ലാ തോന്നിവാസങ്ങളും ഈ ജീവനക്കാർക്ക് ചെയ്യാൻ കഴിയുന്നതും അവരെ അതിന് പ്രാപ്തരാക്കുന്നതും അവർക്കുള്ള ഒരു സംഘടനാ ബലമാണ്. അതോടൊപ്പം തന്നെ പാവപ്പെട്ട ജനങ്ങൾ അവിടെ ചെല്ലുമ്പോഴോ അവർക്ക് സംഘടനാ ബലമില്ല. അതുകൊണ്ടാണ് എന്തെങ്കിലും ഒരാൾ സ്വാഭാവികമായിട്ടും പ്രകോപിതനായിട്ട് എന്തെങ്കിലും ഒന്ന് സംസാരിച്ചാൽ മതി, അപ്പോൾ അവർ ഈ കൃത്യവിലോപത്തിൻ്റെ മറുപടി എടുത്തിടും. ഒരിക്കലും കൃത്യവിലോപം മാത്രം ചെയ്തിട്ടുള്ള, കൃത്യനിർവഹണത്തിൻ്റെ 4 പോലും വന്നിട്ടില്ലാത്ത ഈ ജീവനക്കാർ അപ്പോൾ ഞങ്ങളുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് പോലീസ് പരാതിയാണ് ആദ്യം കൊടുക്കുക. പിന്നെ മറ്റു കംപ്ലൈൻറ്റുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട്, മാത്രമല്ല അങ്ങേയറ്റം പരിധി വിട്ട് പ്രയാസം നേരിട്ട് തങ്ങൾക്ക് ഇനി ഒരു നിലക്കും ഈ ഉദ്യോഗസ്ഥൻ, നമ്മൾക്കറിയാം ഒട്ടനേകം സാജൻ വർഗീസ് എന്ന് പേരായ ഒരു കുവൈത്തുകാരൻ എനിക്ക് ഓർക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ സമ്പാദ്യങ്ങളുമായിട്ട് നാട്ടിൽ വന്നിട്ട്, ശ്യാമള ടീച്ചറായിരുന്നു അന്ന് അവിടെ കണ്ണൂർ മുനിസിപ്പൽ ചെയർമാനോ മറ്റോ ആയിരുന്നു തോന്നുന്നു, നഗരസഭ ചെയർമാനോ മറ്റോ. അവർ പറഞ്ഞത് എന്താണെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എൻ്റെ കയ്യിൽ നിന്ന് രോമം പറിച്ചാൽ മാത്രമേ ഞാൻ എന്തു ചെയ്യുള്ളൂ, ഷാജന് നമ്പറിട്ട് കൊടുക്കൂ എന്ന് പറഞ്ഞാൽ അത്രമാത്രം ആ ഷാജനെ ബുദ്ധിമുട്ടിച്ച് തൻ്റെ ആകെ സമ്പാദ്യമായ കുറച്ച് പൈസയുമായിട്ട് ഇവിടെ വന്നിട്ട്
അദ്ദേഹത്തിന് അത് ബുദ്ധിമുട്ടായപ്പോൾ അദ്ദേഹം എന്തു ചെയ്തു? അദ്ദേഹം അങ്ങോട്ട് ഇല്ലാതാക്കി സ്വന്തം ജീവന്. അതാണ് നമ്മുടെ കേരളം. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഈ പറയുന്ന ഈ ജീവനക്കാർക്ക് എല്ലാവിധ സപ്പോർട്ടും ഒരു തരത്തിലുള്ള ആക്ഷനും അവർക്കെതിരെ എടുക്കേണ്ടതില്ലെന്ന് മാത്രമല്ല, അവർ ഈ ചെയ്തതിനെ പ്രശംസിക്കുകയാണ് മന്ത്രി ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.